ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നൊരു ഞായറാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഒത്തിരി ലേറ്റായി മോൾ ഉറങ്ങിയപ്പം. അപ്പം പള്ളിയിൽ പോകാൻ അലാറമൊക്കെ വെച്ചിട്ട് 6:30-ക്ക് ചേട്ടായി എന്നെ വിളിച്ചു. 6 മണിക്ക് ചേട്ടായി എന്നെ വിളിച്ചു. ഞാൻ എണീറ്റു കിടന്നു എന്നാണ് പറഞ്ഞത്. ഇതൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പം എന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം, ഒരു സൺഡേ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്നാണ് വിചാരിച്ചത്. അപ്പോൾ പള്ളിയിൽ പോവാൻ ഇനി 9 മണിക്കാണ് കുർബാന. അപ്പോൾ അപ്പത്തേക്ക് പോകണം. രാത്രി മഴയൊക്കെ പെയ്ത് നല്ല കാലാവസ്ഥയൊക്കെയാണ്, പക്ഷെ മഴക്കാറ് ചെറുതായിട്ടുള്ളത് കൊണ്ടൊരു പ്രശ്നം. ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ മഴ പെയ്യുമ്പം നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. കണ്ടോ, ഇവിടം വരെ നനയും. ഇതിലെ വെള്ളം വരും കേട്ടോ. ഇതാ ഈ ഒരു പൈപ്പെല്ലാം വെള്ളം പോകുന്ന പാത്തിയില്ലേ, അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ശക്തിയായിട്ട് ഇങ്ങോട്ട് തെറിച്ച് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം വരും കേട്ടോ. ടേബിളൊക്കെ ആകെ നനഞ്ഞ് ഇനി അവിടെ എന്തെങ്കിലും ഷീറ്റോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാണ്ട് ഇത്രയും സ്ഥലത്തേക്ക് വെള്ളം വരും കേട്ടോ. എനിക്ക് വന്ന് ഞാൻ കതവ് തുറന്നില്ല കേട്ടോ. ചേട്ടായൊക്കെ എണീറ്റ് പിന്നെ ഉറങ്ങി. ആ റോട്ടിൽ കൂടെ നല്ല വെള്ളം വരുമായിരുന്നു. എന്നിട്ട് അപ്പുറത്ത് അവിടെ നിന്നൊരു വഴി വരുന്നുണ്ട്, കാണിച്ചു തരാം. ഇത് നമ്മുടെ പോക്കറ്റ് റോഡ് അങ്ങോട്ട് കയറുന്നത്. അപ്പോൾ ആ വരുന്ന വഴിയില്ലേ, ഈ താഴേന്ന് വരുന്ന ആ വഴി, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വണ്ടി പോകാൻ പോലും പറ്റാത്ത അത്രയും വെള്ളം വന്നായിരുന്നു. ഇന്നലെ ഒരു 3 മണിക്ക് തുടങ്ങിയ മഴ ഒരു 7 മണി ഒക്കെ ആയപ്പോൾ കേട്ടോ നിന്നത്. പിന്നെ ഇതാണ് ടെറസിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. കുറച്ച് ചപ്പൊക്കെ ഉണ്ട്, അതൊക്കെ പെറുക്കി കളയണം. ഇനി ബ്ലോക്കായിട്ട് നിൽക്കുന്നതാണെന്ന് തോന്നുന്നു. പിന്നെ ഇതാണ് കേട്ടോ മിക്കി മോള് കിടക്കുന്ന അവസ്ഥ. ഡാഡൂസിനൊക്കെ എത്ര ബെഡ്ഷീറ്റ് വിരിച്ചു കൊടുത്താലും നിൽക്കില്ല കേട്ടോ. ഇനിയിപ്പം സൈഡിൽ വലിച്ചിടുന്നത് വാങ്ങണം, എലാസ്റ്റിക് ഉള്ള ടൈപ്പ്. അയ്യോ, ബ്രഷൊക്കെ ചെയ്യട്ടെ. ഇപ്പോൾ പല്ല് തേപ്പൊക്കെ കഴിഞ്ഞു കേട്ടോ. മുടിയൊക്കെ ചെയ്യണം. എല്ലാവരും എണീപ്പിക്കണം. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിൽ തീരുമാനമായില്ല, കാരണം ടൈം ഇനി ഇല്ല. പള്ളി കഴിഞ്ഞ് വരുമ്പോൾ ആണെങ്കിൽ ഒന്നിൽ നമുക്ക് കഴിച്ചിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചതാണ്, അല്ലെങ്കിൽ വന്നിട്ട് വേഗം ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ ഇനിയിപ്പം പള്ളിയിൽ പോകാൻ സമയം വൈകും, അല്ലാതെ പോയാൽ ഇവർക്ക് വിശക്കുകയും ചെയ്യും. അതുകൊണ്ട് ചേട്ടായിനെ ഒന്ന് എണീപ്പിച്ച് നോക്കട്ടെ. എല്ലാവരും എണീപ്പിക്കണം, അതാണ് എനിക്ക് തീരെ ടൈം ഉണ്ടാവില്ല. അപ്പോൾ ഓക്കെ കേട്ടോ. അപ്പം ശരി, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ കാണാം. എണീക്ക് പൊന്നു, എണീറ്റ് വാ ചേട്ടായി. എണീക്കേട്ടായി. വാ. പിന്നെ കുറച്ച് കറിയൊക്കെ ചൂടാക്കി വെച്ചു കേട്ടോ. ഇത്തിരി ഉണ്ടായിരുന്നുള്ളൂ, അതൊക്കെ ചൂടാക്കി വെച്ചു. പിന്നെ മിക്കിമോക്ക് ഞാൻ കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു, അത് കൊടുത്തിട്ടാട്ടോ പോയത്. പൊന്നു, പിന്നെ വന്ന് കിടന്നോ? മാവൊക്കെ കഴിയെ പോയേ. മിക്കി മോളെ, പൊന്നേ
മാറിക്കേ അവളെ എണീപ്പിക്കട്ടെ. ചക്കരക്കുട്ടി ബെഡ്ഷീറ്റൊക്കെ എന്താക്കിയതാ? വാ പൊന്നു വാ, ഒരു ഉമ്മ അടുത്തേക്ക്. ഉമ്മ പറ. സുന്ദരി പാറു ആണല്ലോ. ഫാറു കരഞ്ഞ സുന്ദരി അല്ല കേട്ടോ. മുഖമൊക്കെ തുടയ്ക്കണം കേട്ടോ. നമുക്ക് പള്ളിയിൽ പോണേ. ഈശോപ്പ എടുത്ത് പോണ്ടേ? ആ പൊന്നു പോയി വേഗം ഒരുങ്ങ. നമ്മക്ക് മോളെ എണീപ്പിക്കട്ടെ കേട്ടോ. ബൈ ബൈ പറ. പിന്നെ കാണാൻ പറ. മിക്കി മോളെ. ആ പിന്നെ പിന്നെ ആ അമ്മ പൊട്ട് തരാം. മോളുടെ കളഞ്ഞോ? എന്റെ പൊട്ട് തരാം. എവിടെയാട്ടാ ഈ ഞങ്ങള് പള്ളിയിൽ പോകാൻ ഇറങ്ങി. 9 മണി കഴിഞ്ഞു കേട്ടോ. 9 മണിക്കാണ് ഞങ്ങളുടെ പള്ളി കുർബാന. ഇനിയിപ്പോൾ ഏത് പള്ളിയിലാണ് ഉള്ളതെന്ന് നോക്കി പോകണം കേട്ടോ. കാരണം മുഴുവൻ കുർബാനയിൽ അവൾ സമ്മതിച്ചില്ലെങ്കിലും കൂടാൻ വേണ്ടിയിട്ടാണേ. ഞങ്ങൾ ഞങ്ങളുടെ പള്ളിയിൽ തന്നെയാണ് കേട്ടോ പോയത്. പ്രസംഗം തുടങ്ങിയായിരുന്നു എന്താണേലും കുർബാന. പിന്നെ തിരിച്ചു വരുന്ന വഴി ഇതാ ഞങ്ങളെല്ലാവരും വിളിച്ചു കേട്ടോ. ക്ഷീണമായിപ്പോയി ആ വെയിൽ കൊണ്ട്. ഞങ്ങൾ ഇവൻ്റെ സ്കൂളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി പോയായിരുന്നു. അപ്പം വീട്ടിലെത്താനുള്ള സാവകാശം കിട്ടിയില്ല. ഞങ്ങൾ ലൈൻ കുടിക്കുക ചെയ്ത് കേട്ടോ. അപ്പം ഞാൻ മിക്കി മോളെ ഉറക്കി കഴിഞ്ഞതാ വരുമ്പം ചേട്ടായി തുണിയൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. കിണറ്റിൽ തേങ്ങ വീണിട്ടൊരു ചേട്ടൻ വന്നിട്ടുണ്ട് അത് എടുക്കാൻ വേണ്ടിയിട്ട്. അവരെന്താ ചെയ്യുന്നത് നോക്കട്ടെ, കാണാൻ പറ്റുമോ. അവർ അതൊക്കെ എടുത്തിട്ട് വല കെട്ടുവാണ് കേട്ടോ കിണറിന്. ഇവിടെ വെള്ളം തടഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ. ഇനി ഇതൊക്കെ റെഡിയാക്കണം. ഞാൻ ഏതായാലും ചോറിൻ്റെ പരിപാടി നോക്കട്ടെ. അരി ഇട്ടിട്ടുണ്ട്. ഇന്നലത്തെ കുറച്ച് കറിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. സൺഡേ സ്പെഷ്യലൊന്നും ഇല്ല ഇന്ന്. മുട്ട ഇരിപ്പുണ്ട്, അത് വെച്ച് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണം. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഉച്ചയാവാനായി. അപ്പോൾ നാടൂസ് എന്തോ ബസ് പോലെ എന്തോ ഉണ്ടാക്കിയിട്ട് അത് നനഞ്ഞ് അവിടെ കിടപ്പുണ്ട് കേട്ടോ മഴ പെയ്തപ്പോൾ. പിന്നെ ഇങ്ങനെ നോക്കിയതാ അവിടെ ഇങ്ങനെ കേട്ടോ വ്യൂ. ഒന്നരാടനൊക്കെ കേട്ടോ തുണി അലക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ തുണി അലക്കാനുള്ളതും എടുത്തു വെക്കാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. മഴ ആയതുകൊണ്ട് എല്ലാം ഇങ്ങോട്ടേ അടുപ്പിച്ച് വെച്ചതാണ്. ഇന്നലെ രാത്രി ഫുൾ അവിടെ നനഞ്ഞതൊക്കെയല്ലേ. അപ്പം ഇനി തുണി കഴുകാനുണ്ട്. തുണി കഴുകട്ടെ. ഇന്നലെ കഴുകിയിട്ടില്ല, ഇത് മിനിങ്ങാന്നത്തെയാണ് കേട്ടോ. മഴ ആയതുകൊണ്ട് ഉണങ്ങിയില്ല. ബാക്കിയും കൂടെ ഉണക്കാനിട്ടതാ. അപ്പം ഇനി തുണി അലക്കാനിടട്ടെ കേട്ടോ. മിക്കിമോൾ ഉറങ്ങുന്ന സമയത്തെല്ലാം തീർക്കേണ്ടത് കൊണ്ട് ഞാൻ തുണി കഴുകാനിടുവാണ് കേട്ടോ. പക്ഷേ തുണി കഴുകാനിട്ടാൽ എപ്പോഴും ഇടുന്ന ചിലപ്പോൾ ഉച്ച കഴിഞ്ഞായിരിക്കും. ഞാൻ എന്താണെങ്കിലും നൈറ്റാട്ടോ വിരിച്ചിടുക. ഇന്നിപ്പം നൈറ്റ് വിരിച്ചിടൽ നടക്കില്ല, മഴ പെയ്യുമെന്നറിയില്ല. എന്താണെങ്കിലും അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം ഇന്നത്തെ തുണി തന്നെ കുറച്ച് വിരിച്ചിട്ടിട്ടുണ്ടല്ലോ, തലേദിവസത്തെ തുണി. അപ്പോൾ അതൊക്കെ ഉണങ്ങി കിട്ടിക്കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് വിരിച്ചിടുക. അങ്ങനെ
ഞാൻ ഫുൾ ലോഡാകാൻ വേണ്ടി കാത്തിരിക്കും കേട്ടോ തുണി. ഇനിയിപ്പോൾ പറ്റത്തുണ്ടാവില്ല, മഴയത്തെല്ലാം ഉണങ്ങി കിട്ടണ്ടേ. അങ്ങനെയാണ് കേട്ടോ തുണി അലക്കുന്നതൊക്കെ. അപ്പോൾ ഇതാ തുണി കഴുകാനിട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് കറിയൊക്കെ വെച്ചിട്ട് ഇവിടെ മോളെ എണീക്കുന്നതിന് മുന്നേ ഒന്ന് പെഡിക്യൂർ ചെയ്യാനുണ്ട്. കാലൊക്കെ എന്താ പറയുക ആകെ നാശമായിട്ടിരിക്കുകയാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ സമയം കിട്ടുമെന്ന് അറിയില്ല കേട്ടോ. മിക്കിമോൾ സമ്മതിക്കണം എല്ലാത്തിനും. അവളില്ലാത്തപ്പോഴേ അതൊക്കെ പറ്റത്തുള്ളൂ. കണ്ണിനൊക്കെ നല്ല ക്ഷീണമുണ്ട് കേട്ടോ, ഉറക്കം ശരിയാവാഞ്ഞിട്ടാണേ. അപ്പം ഇനി ചേട്ടായി വരുമ്പോഴത്തേക്കും കറി വെക്കണം. ഇത് കറി വെക്കുന്നതൊന്നും വീഡിയോ പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എവിടെയെങ്കിലും ഒന്ന് നിർത്തിയാലല്ലേ, അല്ലെങ്കിൽ ആരെങ്കിലും പിടിച്ചു തരാൻ വേണം. അതിപ്പോൾ ചേട്ടായി പുറത്താണ് ഉള്ളത്. അപ്പം ഞാൻ അടുത്ത പരിപാടിയിലേക്ക് കിടക്കട്ടെ കേട്ടോ. അപ്പോൾ അടുത്ത പണിയിലേക്ക് കടന്നു കേട്ടോ. ഞാൻ സവോളയും കാര്യങ്ങളൊക്കെ പൊളിച്ച് ഒക്കെ അരിയാനും പെറുക്കാനൊക്കെ വേണ്ടി നിന്നു. വേഗം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവൾ എണീക്കുമ്പോഴത്തേക്ക് എനിക്ക് വേറെ അവൾക്ക് ഫുഡ് കൊടുക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അവൾ കുറേ നേരം ഉറങ്ങി കിട്ടോ ഇന്ന്. ശരിക്കും പറഞ്ഞാൽ ചേട്ടായി കയറി വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഡാഡൂസ് ടി വി കണ്ടുകൊണ്ട് അവിടെ ഇരിക്കും, കുറേ നേരമൊക്കെ ടി വി കണ്ടുകൊണ്ടിരിക്കും. ഇപ്പം ട്യൂഷന് പോകുന്നുണ്ട്. സൺഡേ സാറ്റർഡേയും ട്യൂഷനില്ല. കരഞ്ഞതല്ല കേട്ടോ, സവോള അരിഞ്ഞതിൻ്റെ ആണ്. അപ്പം മുളകില്ല, പച്ചമുളകില്ല, ഒക്കെ പഴുത്തു പോയി. അപ്പം താഴെ പോയി പറിക്കാമെന്ന് വെച്ചു. നമുക്കൊരുമിച്ച് പോവാം. സ്റ്റിക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇതാ മൈക്കും സ്റ്റിക്കൊന്നും ഇല്ല കേട്ടോ. നമുക്കതൊക്കെ വാങ്ങണം. അപ്പോൾ ഇതാ കൈകൊണ്ട് ഇത്രയേ പിടിക്കാൻ പറ്റുന്നുള്ളൂ കേട്ടോ. കാന്താരിയാണ്, ഇതിലില്ല. ഇതിലൊക്കെ പറിച്ചു പോയി കേട്ടോ. അമ്മമ്മ പറിച്ചു എന്ന് തോന്നുന്നു. ഒരു മുളക് പോലും ഇല്ല എന്ന് തോന്നുന്നു കേട്ടോ. ഇതാ വെറുതെ ഇറങ്ങി വന്നു. വലിയ കാര്യത്തിൽ വന്നതാണ്, പക്ഷേ ഒറ്റ മുളകും ഇല്ല കേട്ടോ. ഇവിടെ അമ്മമ്മേൻ്റെ മോളുണ്ടായിരുന്നു. അമ്മമ്മയാകുമ്പം അങ്ങനെ പറിക്കലില്ല. ഇനി കളയുണ്ടാന്ന് വിചാരിച്ച് പറിച്ചതായിരിക്കും കേട്ടോ. ഒക്കെ പഴുത്ത് പോകും ഞാൻ പറിച്ചില്ലെങ്കിൽ. മുളകില്ല കേട്ടോ. നീ ആകെ കിട്ടിയത് നമുക്ക് ചുമന്ന മുളകൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഇതാ തിരിച്ചു പോവുകയാണ് കേട്ടോ. കിട്ടിയില്ല, മുളക് കിട്ടിയില്ല. നമുക്കെന്നാൽ കിണറിൻ്റെ അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം കേട്ടോ. മോള് പെറുക്കിയിടുന്ന കേട്ടോ. മോൻ്റെ ബോക്സാണ് കേട്ടോ ഈ കിടക്കുന്നത്. ബോക്സ് ഉണ്ട്, ഒരു ഇറേസറുണ്ട്. പകുതി കടിച്ചത് തിന്നതാണോ എന്ന് അറിയില്ല. അവളുടെ ഒരു ഇരിക്കട്ടെ, തിരിച്ചു വരുമ്പോൾ എടുക്കാം.
ഒരവിടെ അച്ഛണ്ടായി പോയി നായിക്കളെന്ന് അറിയാം അതിലെങ്ങനെ കൂടെ ഇറങ്ങും ഇതിലേക്ക് കയറും പിന്നെ അവിടേക്കും വരും പാവം തേങ്ങ കിട്ടിയോ? ഇല്ല ഇല്ല ആരാ നോക്കണം കഴിഞ്ഞ കഥ ഇട്ട് കഴിഞ്ഞാല് വേഗം വൈറലാവും കേട്ടോ കഥ യൂട്യൂബിൽ ഇട്ടാ. ഹായ്, മുട്ട റോസ്റ്റ് ഉണ്ടാക്കുവാണ് കേട്ടോ. പിന്നെ കുറച്ച് വെണ്ടയ്ക്ക ഉണ്ട്. വെണ്ടയ്ക്ക തോരനോ മെഴുക്കുവരട്ടി എന്തെങ്കിലും ഉണ്ടാക്കണം. മുളക് കിട്ടിയില്ല. ഇനി 2 എണ്ണം താഴെ അമ്മമ്മേനോട് വാങ്ങണം. ചേട്ടാ ഇവിടെ പനി ആയതുകൊണ്ട് പോയി വാങ്ങാനുള്ള ഇതില്ല. ഇനിയിപ്പം ടാങ്ക് ക്ലീൻ ആക്കാമെന്നാണ് പറഞ്ഞത്. ചേട്ടനും കൂടെ ഉള്ളതുകൊണ്ട് ആ ചേട്ടൻ ചെയ്തോളൂ കേട്ടോ. ഇരിക്കയാണ് കേട്ടോ. അപ്പോൾ ഞായറാഴ്ച സാധാരണ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലൊക്കെ കാണുന്നതാണ് കേട്ടോ. മറ്റേ സാഹചര്യം വെച്ച് അത്രയ്ക്ക് സ്പെഷ്യലാക്കാനുള്ള എന്താ പറയുക ഇല്ല. അപ്പം മുട്ട ഒന്ന് തട്ടി കൂട്ടണം. പിന്നെ കുറച്ച് ഇന്നലത്തെ കറികളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഒക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. മോൾ ഉറങ്ങുന്ന നേരത്താണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. മോൾ സാധാരണ ഉച്ച കഴിഞ്ഞാൽ ഉറങ്ങലിപ്പം. ഇന്ന് കുറച്ച് നേരത്തെ എണീപ്പിച്ചല്ലോ. അവളല്ലേ 10 മണി വരെ കിടന്നുറങ്ങിയിട്ട് എണീക്കാറ്. അപ്പോൾ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആവും ഉറങ്ങാം. പിന്നെ 12 മണി, രാത്രി 12 മണിയായി ഉറങ്ങും. ഇതിപ്പോൾ ഇന്ന് ഇത്തിരി നേരത്തെ ഉറങ്ങി. നേരത്തെ എണീപ്പിച്ചതുകൊണ്ട് നേരത്തെ ഉറങ്ങി. അയാളിവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വാ, നീ ഇത് ഇളക്ക്. ഞാൻ അടുത്ത പണി ഇരിക്കട്ടെ. ഇളക്കുവോ? അറിയോ? കൈ പൊള്ളിക്കരുത്. അങ്ങനെയല്ല ഇത് പിടിക്കുക. നീ ഇളക്കുവോ? അല്ലേ വേണ്ട. പോ. മടിയൻ പത്രോസ്. പൊറോട്ട ഉണ്ടാക്കുന്ന അപ്പം രാവിലെ കഴിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒക്കെ കഴുകി വെക്കുവാണേ. പിന്നെ ഞാൻ വന്നിട്ട് പള്ളിയിൽ നിന്ന് വന്നിട്ട് കഴുകാൻ വേറൊരു ടൈം കിട്ടിയില്ലല്ലോ. അപ്പം വേഗം അതൊക്കെ കഴുകി വെക്കുക. അപ്പം ഉണ്ടാക്കിയ അരിഞ്ഞതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് വെക്കുവാണ് കേട്ടോ. കഴുകി വെക്കുവാണ്. മിക്കുമ്പോൾ എന്താണെങ്കിലും ഞങ്ങൾ ചോറും കറിയും വെച്ച് ഉണ്ടാക്കി കഴിച്ച് കുറച്ച് നേരം 5 മിനിറ്റ് കിടക്കാനുള്ള ടൈം അവൾ എനിക്ക് തന്നു കേട്ടോ. എന്നിട്ടാണ് അവൾ എണീറ്റത്. ഹലോ, അപ്പോൾ ഇതാ നമ്മൾ ചോറുണ്ണാൻ പോവാണ് കേട്ടോ. ചേട്ടായും ഡാഡും ഉണ്ട്. മിക്കുമോൾ ഇതുവരെ എണീറ്റിട്ടില്ല. ഇനി ഉച്ച കഴിഞ്ഞ് ആരും ഉറങ്ങണ്ട. എല്ലാവർക്കും നല്ല എത്ര മഴ പെയ്താലും അവൾ ഇവിടെ ഇരുന്ന് കളിക്കും കേട്ടോ. അപ്പം ചോറുണ്ണട്ടെ. ഇല്ല നിന്നത് ഇതാ കുറച്ച് ഇന്നലത്തെ ചെമ്മീനുണ്ട് കേട്ടോ. ചെമ്മീൻ റോസ്റ്റാണേ. ഇപ്പം എന്താ ഈ കളറിലിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്നാലും ഇത് അവനുള്ളതാണ് കേട്ടോ. പിന്നെ ഞാൻ മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. വെണ്ടയ്ക്ക തോരൻ, കുറച്ച് വെണ്ടയ്ക്ക തക്കാളി കറി കേട്ടോ. അപ്പം ചേട്ടായി എന്താ വെച്ചിരിക്കുന്നത്? ചേട്ടായി ചോറ് എടുക്കാത്ത എന്താ ചേട്ടായി? അപ്പോൾ ഓക്കെ, നമ്മൾ ചോറ് കഴിക്കട്ടെ കേട്ടോ. പൊന്ന് പറയുന്നത് അതൊന്ന് വെച്ചിട്ട് പോകുമോ എന്നാണ്. ഒളിക്ക, ഇവിടെ പോയി ഒളിക്ക. ചേട്ടായി ഉറങ്ങുവാണ് ഗൈസ്.
ഇപ്പം മിക്കി മോൾ എണീക്കും. അതിന് മുന്നേ വേണമെങ്കിൽ എനിക്ക് 2 മിനിറ്റ് കിടക്കാം. പറഞ്ഞ പോലെ തന്നെ മിക്കി മോളുടെ ഉറക്കമൊക്കെ കഴിഞ്ഞ് മിക്കി മോൾ ഇതാ ഒളിച്ച് കളിക്കുവാണ്. ഇവിടെ ഒളിച്ച് നിൽക്കുന്നുണ്ടേ. മിക്കി കണ്ടേ? ചേട്ടന്റെ ഷൂ ഇടുവാ. ഇടണ്ട. അങ്ങനെ മഴ തൂളാൻ തുടങ്ങി. മഴ ഒരു ഇന്നലത്തെ സമയം, ഇന്നലെ 3 മണിക്ക് പെയ്തു. ഇന്നിപ്പം തൂളുന്നേ ഉള്ളൂ. പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നില്ല. മിക്ക ഇങ്ങോട്ട് നോക്ക്. അയ്യോ അമ്മ കരയുവാണേ. ഒന്ന് നോക്കടി. നിങ്ങളില്ലേ സബ്സ്ക്രൈബ് ചെയ്താൽ ഇവിടെ പെരും മഴ പെയ്യും. അപ്പൊ എനിക്ക് മഴയത്ത് ഇറങ്ങി കുളിക്കാം. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യോ പ്ലീസ്. ഹായ് ഗൈസ് പറഞ്ഞേ. കൈ ഹായ് ഗൈസ് പറ. അമ്മയും മോളും മഞ്ഞൊക്കെ ഇട്ട് കിടക്കുകയാണേ. മോൻ ഉടുപ്പില്ല, അപ്പനും മോനും ഇല്ലാണ്ട് കിടക്കുവാണേ. എന്റെ അമ്മ ചവിട്ടല്ലേ മിക്കേ, പാവല്ലേ ചേട്ടാ. കണ്ടില്ല അവളുടെ കളി. ഇതെന്റെ മോനാട്ടോ. മോനേരെന്തി പറഞ്ഞോണ്ടല്ലോ. ഇവരറിയും കേട്ടടി. എന്താ കാണിച്ച? പാവല്ലേ. ഡാഡുവിനൊരു ഉമ്മ കൊടുത്തേ. ഡാഡു ചെബിയാ? എന്താ ഏട്ടായി വിളിക്കുമോ? ആയില്ലേ? ഒരു ഉമ്മ കൊടുത്തേ ഡാഡുവിന്. ഒരു ഉമ്മ കൊടുത്തേ. ഒരു ഉമ്മ കൊടുത്തേ ഡാഡുവിന്. ചക്കര ഉമ്മ കൊടുത്തേ ഡാഡുവിന്. ആ ഫോള് നോക്കി പോസ് ചക്കര ഉമ്മ പറ. അമ്മക്കില്ലേ? അപ്പ ഇതാ അപ്പ സിനിമ കാണുവാണ്. ഏത് സിനിമയാട്ടായി? ഏതോ തമിഴ് സിനിമ. എനിക്ക് താല്പര്യമില്ല. ഇനി നമുക്ക് മിക്കുമോളെ ചേട്ടന്റെ കൊട പൊട്ടിക്കല്ലേ. കൊടുത്തേക്ക ചേട്ടന്. കൊടുക്കടി. കൊടുക്കും മോളെ. വിളിക്കല്ലേ. കൊടുക്കു പൊന്നോ. കൊടുത്തേക്ക. മോളെടുത്തോ. പൊന്നോ. പിന്നെ മഴയൊക്കെ ചാറിയതുകൊണ്ട് മുറ്റം അടിക്കാനൊന്നും പോയില്ല. അവള് മുറ്റത്ത് പോയി വെള്ളം നനയ്ക്കണം, ചെടി നനയ്ക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ മഴക്കൂടിയൊക്കെ ഇരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ചായയൊക്കെ വെച്ചു. ഞാനൊരു വെറൈറ്റി നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കി കേട്ടോ. മറ്റേ ഷമീസ് കിച്ചണിൽ നോക്കിയിട്ടാട്ടോ ഞാൻ അത്യാവശ്യം എന്തൊക്കെ ചെയ്യുന്നത്. പിന്നെ ഷാൻജിയോ ഓക്കെ. അപ്പം ഇപ്പി വെച്ച് തന്നെ സ്ഥിരമായിട്ടൊന്നും കഴിക്കാറില്ല കേട്ടോ. നൂഡിൽസ് കൊടുക്കാറില്ല മക്കൾക്ക്. പക്ഷേ വല്ലപ്പോഴും ഇന്നൊരിത്തിരി വിശന്നു അതുകൊണ്ട്. പിന്നെ രാത്രിയിലാണ് എൻ്റെ പണിയൊക്കെ ശരിക്കും 7:30-ക്ക് ശേഷമാണ്. അത് നൈറ്റ് റുട്ടീനായിട്ട് വേറൊരു വീഡിയോയിൽ തന്നെ ചെയ്യാം കേട്ടോ. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ.